സ്ഥിരമായി TFFക്ക് വരുന്ന ആളാണോ? ഞാൻ പടം കാണാൻ വന്നിട്ടുണ്ട്, അല്ലാതെ ഇങ്ങനെ വന്ന് സ്റ്റേ ചെയ്ത് ഇങ്ങനെ പടം കാണാനല്ല. പക്ഷേ ഞാനിപ്പോൾ ഇത് അക്കാദമിയിൽ അംഗത്വം കിട്ടിയതിന് ശേഷം എൻ്റെ ഫസ്റ്റ് പരിപാടിയാണ് ഈ സംഘാടക സമിതിയിൽ വന്ന് നിൽക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇപ്പോഴാണ് കറക്റ്റ് ഞാൻ ഇതിൻ്റെ ഒരു ഓളം മനസ്സിലാക്കുന്നത്. അന്നൊക്കെ ജസ്റ്റ് വന്നിട്ട് പോകുമല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഗംഭീര പരിപാടിയാണ്. വൈബ് കിട്ടുന്നുണ്ടോ? പിന്നെ നമ്മളെന്താണ് അമ്പലപ്പറമ്പിൽ ഒറ്റപ്പെട്ടു പോയ കുട്ടിയുടെ അവസ്ഥയില്ലേ, അതുപോലെ എങ്ങോട്ട് നോക്കിയാലും ഞാൻ തിയേറ്ററിൽ ചെന്നപ്പോഴാണെങ്കിലേ അവിടെ 12 മണിക്ക് പടം 11 മണി തൊട്ടേ ക്യൂ ആയിട്ട് നിൽക്കുക, അത്രയും ക്രൗഡ്. കാരണം നമ്മുടെ അറിയാലോ, ഇപ്പം നമ്മുടെ നാട്ടിൽ നമ്മുടെ മലയാള സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മൗത്ത് പബ്ലിസിറ്റി വന്നതിന് ശേഷമാണ് പോവുള്ളൂ കാണാനായിട്ട്. പക്ഷേ ഇപ്പോൾ ഇത് ഒരു പരിചയമില്ലാത്ത നടന്മാർ, ഒരു പരിചയമില്ലാത്ത നടിമാർ, ഡയറക്ടർ പരിചയമില്ല, പക്ഷേ അതിന് അത്രയും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇത്രയും ജനം ഇങ്ങനെ വന്നത് സൗഹൃദങ്ങൾ പൂക്കുന്ന ഇടം കൂടിയാണ് TFFK. തീർച്ചയായിട്ടും കുറേ കലാകാരന്മാരെ കുറേ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ക്രീനിൽ വന്ന ആർട്ടിസ്റ്റുകളുടെ ഒരു ഇത് കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു കുറേ പേര് ഒത്തുചേർന്ന ഒരു സ്ഥലമാണ്. റൈറ്റേഴ്സ് ആണെങ്കിലും ഡയറക്ടേഴ്സ് ആണെങ്കിലും പുറത്തുനിന്ന് വിദേശ രാജ്യങ്ങളിലെ കുറേ ഡയറക്ടേഴ്സിനെ കാണാൻ പറ്റി. അതൊക്കെ വലിയ ഭാഗമായിട്ട് കാണുന്നത്. ഗംഭീരം. എല്ലാ കൊല്ലത്തെയും പോലെ മറ്റു വിവാദങ്ങളൊന്നും ഇല്ലാതെ പോകാൻ ശ്രമിക്കുമ്പോഴാണ് ചില സിനിമകൾക്ക് പ്രദർശനാനുമതി കിട്ടാത്തത് ചർച്ചയാകുന്നത്. അത് നമുക്ക് എല്ലായിടത്തും എന്തെങ്കിലും ഉണ്ടാവുമല്ലോ അങ്ങനെ. പക്ഷേ പോസിറ്റീവായിട്ട് ചിന്തിക്കണം, വീണ്ടും അത് അനുമതി കിട്ടുമെന്നുള്ള രീതിയിൽ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുന്നത്. കാരണം നമ്മളെല്ലാവരും ഈ ജനം മുഴുവനും അത് ആഗ്രഹിച്ചിരിക്കണമല്ലോ പടങ്ങൾ കാണാനായിട്ട്.